അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1498, സൂറത്തുൽ ഇസ്രാ 37-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തംശി ഫിൽ അർളി മറഹാ إنك لن تخرق الأرض ولن تبلغ الجبال طولا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولا تمشي في الأرض مرحا. ഭൂമിയിൽ നീ അഹങ്കാരിയായി നടക്കരുത്. إنك لن تخرق الأرض, നിശ്ചയം നീ ഭൂമിയെ പിളർത്താനൊന്നുമാവുന്നവനല്ല. വലൻ തബ്ലുഗൽ ജിബാല തൂല, ഉയരത്തിൽ പർവ്വതങ്ങൾക്കൊപ്പമെത്താനും നിനക്കാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ സ്വഭാവത്തിൽ ഉണ്ടാവരുത് എന്ന് പറയുന്ന ചില കാര്യങ്ങളുടെ വിശദീകരണമാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിവില്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ പോയി കണ്ണും കാതും മനസ്സുമൊക്കെ മലീമസമാക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞതിന് ശേഷം നമ്മുടെ മനോഭാവം ഏതു വിധത്തിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു നിലപാട് അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. അഹങ്കാരത്തോടെ, പൊങ്ങച്ചത്തോടെ, അഹന്തയോടെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ശൈലി ഒരിക്കലും തന്നെ മനുഷ്യന് ഭൂഷണമല്ല. ഏറ്റവും വിനയാന്വിതരായി നടക്കുന്നവരായിരിക്കണം യഥാർത്ഥത്തിൽ അടിമകൾ എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അഹങ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഒരു അണുമണി തൂക്കം കിബിർ മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശനം അന്യമാണ്, അവന് സ്വർഗത്തിൽ കടക്കാനാവില്ല എന്ന്. അപ്പൊ ആ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ തന്നെ അഹങ്കാരത്തിന്റെ ഗൗരവം അത് എത്രമാത്രം വെറുക്കപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആത്മീയമായ അപജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുസ്വഭാവങ്ങളിൽ ഒന്നാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ആ അഹങ്കാരം നാഥനോട് കാണിക്കുന്നവരുണ്ട്, അതേപോലെ പടപ്പുകളോട് കാണിക്കുന്നവരുണ്ട്, അതേപോലെ ശരിയായ നിലപാടുകൾക്ക് വിരുദ്ധമായ ശൈലി സ്വീകരിച്ചുകൊണ്ട് അത്തരം സ്വഭാവം സ്വീകരിക്കുന്നവരുണ്ട്. അവനവന്റെ പ്രവർത്തനങ്ങളിലും കാഴ്ചപ്പാടുകളിലും സദസ്സുകളിലുമെല്ലാം ആളുകളുടെ മുന്നിൽ പൊങ്ങച്ചം കാണിച്ച് നടക്കുന്ന രീതി സ്വീകരിക്കുന്നവർ. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ ആരെക്കാളെങ്കിലും ഉഷാറാണ്, മേലെയാണ് എന്ന ധാരണയുണ്ടാവുക. ഇതൊരിക്കലും തന്നെ വിശ്വാസിക്ക് പറ്റിയ സംഗതിയല്ല. അതുപോലെ തന്നെ പൊങ്ങച്ചത്തിന്റെ വർത്തമാനങ്ങൾ, ബടായികൾ, ഇതൊക്കെ അഹങ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമായി കാണാം. അതൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മളെ തന്നെ കേമന്മാരാക്കുന്ന, തന്നെപ്പൊക്കി സ്വഭാവം സ്വീകരിക്കുന്ന രീതി, കുടുംബത്തിന്റെ മഹിമ പറഞ്ഞും സമ്പത്തിന്റെ പ്രൗഢി കാണിച്ചും അറിവിന്റേതായിട്ടുള്ള അനുകൂല ഘടകങ്ങൾ ചൂണ്ടിക്കാണിച്ചും സൗന്ദര്യമോ ശക്തിയോ അനുയായി വൃന്ദത്തിന്റെ വർധനവോ ഇങ്ങനെ തുടങ്ങി ഭൗതിക ജീവിതത്തിൽ നമുക്ക് നേടാൻ സാധിക്കുന്ന ഏതെങ്കിലുമൊക്കെ നേട്ടങ്ങളുടെ പിൻബലത്തിലാണ് പലരും അഹങ്കാരികളായി മാറുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ നമുക്ക് അഹങ്കരിക്കാനുള്ള ഒരു യോഗ്യത നേടിത്തരുന്ന സംഗതിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ പറയുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എന്ത് നേടിയാലും ആ നേടുന്നതെല്ലാം അല്ലാഹു ആകുന്ന യജമാനൻ അവന് നൽകുന്നത് മാത്രമാണ്. പടച്ച തമ്പുരാൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ഒരു ചെറിയ ആനുകൂല്യം പോലും ഒരാൾക്കും ഇവിടെ നേടാനാവില്ല. അല്ലാഹു അനുവദിച്ചു തന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു നേട്ടവും ഒരു രംഗത്തും നമുക്ക് സ്വായത്തമാക്കാനുള്ള ഒരു വഴിയും ഒരു മാർഗവും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്തിന്റെ പേരിലാണ് ഞാൻ എന്ന ഭാവം വെച്ച് പുലർത്തുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, എത്ര വലിയ അഹങ്കാരം പറയുന്ന മനുഷ്യനും പതിവിൽ കൂടുതലായി തവണ ടോയ്ലറ്റിൽ പോകേണ്ട ഒരാവശ്യം വന്നാൽ പോലും
രണ്ടു ദിനം നന്നായി ഒന്ന് പനി വന്നാൽ പോലും അവന്റെ അഹന്തയും അഹങ്കാരവും തലക്കനവുമെല്ലാം പമ്പ കടക്കുകയും ഒന്നിനും കഴിയാത്തവനായി വെട്ടിയിട്ട വാഴത്തടി കണക്കെ അവൻ മലർന്നടിച്ച് വീഴുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കറിയില്ലേ? അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മനുഷ്യൻ ദുർബലനായി പടക്കപ്പെട്ടവനാണ് എന്ന്. അപ്പൊ വളരെ ദുർബലനായിട്ടുള്ള ബലഹീനനായിട്ടുള്ള മനുഷ്യൻ എന്തിന്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? സമ്പത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സ്വന്തം ശക്തിയുടെ പേരിലോ അനുയായ വൃന്ദം കൂടെയുണ്ട് എന്നതിന്റെ പേരിലോ ഇതിന്റെ പേരിലോ അല്ലെങ്കിൽ നല്ല ബുദ്ധിയുണ്ട് എന്നതിന്റെ പേരിലോ ഒന്നിന്റെ പേരിലും ബാഹ്യമായി നമ്മൾ കാണുന്ന ഒരു പ്ലസ് പോയിന്റിന്റെ പേരിലും അഹങ്കരിക്കാൻ നമുക്ക് വകുപ്പില്ല. ഒന്നാമത്തെ കാര്യം, അതെല്ലാം നമുക്ക് അല്ലാഹു ആകുന്ന യജമാനൻ ഔദാര്യമായി തന്നതാണ്. നമ്മുടെ കഴിവുകൊണ്ടും നമ്മുടെ മഹത്വം കൊണ്ടും ലഭിച്ചതല്ല. മറിച്ച് വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങളിൽ ഏതൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം അല്ലാഹുവിൽ നിന്നും ഉള്ളതാണ്, അവൻ നൽകിയതാണ്. അവനത് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ ലോകം മൊത്തം സ്റ്റഡിയായാലും ആ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല ഇവിടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ തീരുമാനിച്ചിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളല്ലാതെ, അംഗീകാരങ്ങളല്ലാതെ, പ്ലസ് പോയിന്റുകളല്ലാതെ ഒന്നും നമ്മുടെ കയ്യിലില്ല. സ്വന്തമായി ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ദുർബലനാണ് നമ്മൾ. ആ നിലക്കുള്ള മനുഷ്യൻ പിന്നെ എന്തിന്റെ പേരിലാണ് അഹങ്കരിക്കുക? സാധിക്കില്ല, പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ നീ അമിത സന്തോഷം, അത് മറഹൻ എന്നതിന്റെ അർത്ഥങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതിന്റെ താല്പര്യം വലിയ അഹങ്കാരിയായി നീ ഭൂമിയിലൂടെ നടക്കരുത് എന്നാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ പറഞ്ഞു, യഖൂലു തആല, അല്ലാഹു പറയുന്നു, നാഹിയൻ ഇബാദഹു അനി തജബ്ബുരി വത്തബഖ്തുരി ഫിൽ മശിയ, അഹങ്കാരം അതേപോലെ തന്നെ തൻപ്രമാണിത്വം നടിക്കൽ, ഇത്തരത്തിലുള്ള സംഗതികളൊന്നും അടിമകൾ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കിക്കൊണ്ട് അല്ലാഹു പറയാണ്, വലാ തംശി ഫിൽ അർളി മറഹ, നീ ഭൂമിയിലൂടെ അഹങ്കാരിയായി നടക്കരുത്. ഐ മുതബഖ്തിറൻ മുതമായിലൻ മശിയൽ ജബ്ബാരീൻ, തൻപ്രമാണിത്വം കാണിച്ചിരുന്ന അതേപോലെ തന്നെ വലിയ അഹന്തയോടുകൂടെ അതുപോലെ തന്നെ ഞാനാണെല്ലാം എന്ന് ധരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകൾ നടക്കുന്നത് പോലത്തെ നടത്തം നീ ഭൂമിയിലൂടെ നടക്കരുത്. എന്തുകൊണ്ട്? ഇന്നക്കലൻ തഖ്രിഖൽ അർള, നിനക്ക് ഭൂമിയെ മുറിച്ചു കടക്കാനാവില്ല എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ അഹങ്കരിച്ച് നടന്നാൽ ഭൂമി മൊത്തം ചുറ്റാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. അതിനെ തഖത്തഅൽ അർള ബിമശിയതിക, നിന്റെ നടത്തം കൊണ്ട് ഭൂമിയെ മുഴുവനും കവർ ചെയ്യാൻ നിനക്ക് സാധിക്കില്ല. നീ ഭൂമിയിലെ ഒരു വളരെ ചെറിയ ഒരു കീടം അല്ലേ, അത്രയേ ഉള്ളൂ. നീ എത്ര വലിയ കേമത്തരം പറഞ്ഞാലും എത്ര വലിയ ഉന്നതനാണ് എന്ന് നീ പറഞ്ഞാലും ഈ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗത്തേക്ക് മാത്രമേ നിനക്ക് നടന്നെത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിനേക്കാൾ ഭൂമി എത്രയോ വിശാലമാണ് എന്ന് നീ എന്തേ ആലോചിക്കാത്തത്? അതേപോലെ വലൻ ചബുലുകൾ ജിബാല തൂല, നീ പർവ്വതത്തോളം നീളത്തിൽ നീ പർവ്വതത്തിന്റെ നീളത്തെ നിനക്ക് എത്തിക്കാനുമാവില്ല. അതായത് ഉയരത്തിൽ നീ അഹങ്കരിച്ച് നടന്നാലും പർവ്വതത്തിന്റെ ഉയരത്തോളം നിനക്ക് ഉയരാനാവില്ല. അപ്പോ നിന്റെ അടിയിലുള്ള ഭൂമി, ആ ഭൂമിയോളം നിനക്ക് ഭൂമിയുടെ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ നിനക്ക് സാധിക്കില്ല. അതേസമയത്ത് പർവ്വതം എന്ന് പറയുന്നതിന്റെ അതേ ഉയരത്തിലേക്ക് നിനക്ക് എത്താനുമാവില്ല. ഈ ഭൂമി, ഈ ലോകത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അചേതന വസ്തുക്കളായി നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഭൂമിയോളം അതേപോലെ തന്നെ പർവ്വതത്തോളം എത്താനാവാത്ത നീ, അത് രണ്ടിന്റെയും ഇടയിലൂടെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്തിനാണാവോ ഇങ്ങനെ അഹങ്കാരം നടിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. നോക്കൂ, ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ മുറാദു മിനൽ ആയത്തി വലാ തംശി ഫിൽ അർളി മറഹ എന്ന ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹു അൻ ഐ യംശിയ അൽ ഇൻസാനു മശിയൻ യദുല്ലു അലൽ കിബ്രിയാഇ വൽ അളമ, അഹങ്കാരവും അതേപോലെ തന്നെ
ഖേമത്വവും പ്രകടമാക്കുന്ന വിധത്തിൽ നടക്കുന്നത് പിന്നെ വിലക്കുകയാണ് അല്ലാഹു തആല. അതാണ് നീ അഹങ്കാരിയായി ഭൂമിയിലൂടെ നടക്കരുത് എന്ന് അല്ലാഹു പറയുന്നത്. മറിച്ച് ഭൂമിയിലൂടെ നടക്കേണ്ട ശൈലി എന്താ? അത് ഖുർആൻ തന്നെ പറഞ്ഞു. സൂറത്തുൽ ഫുർഖാൻ 63-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഭൂമുഖത്തുകൂടെ നടക്കുമ്പോൾ വിനയാന്വിതരായി നടക്കുന്നവരാണ് റഹ്മാനായ റബ്ബിന്റെ ശരിയായ അടിമകൾ. ഞാനൊന്നുമല്ല, ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ വളരെ പാവപ്പെട്ട ദുർബലനായിട്ടുള്ളൊരു സൃഷ്ടിയാണ് എന്ന യാഥാർത്ഥ്യബോധത്തോടുകൂടെ ചിന്തിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ നല്ലവനായ മനുഷ്യൻ. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ റെഡിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് നൽകും? വലിയ അംഗീകാരവും ആദരവും നൽകും. മൻ തകബ്ബറ വലഅഹുല്ലാഹ് വമൻ തവാലഅ റഫഅഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ കൃത്യമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കി ആരെങ്കിലും താഴ്മ കാണിക്കുന്നുവെങ്കിൽ ആ താഴ്മ കാണിക്കുന്ന മനുഷ്യൻ അല്ലാഹു തആല ഔന്നിത്യം നൽകും. ജനങ്ങളുടെ കണ്ണിൽ ഒരു പക്ഷെ അവൻ അത്ര വലിയ വിലയുള്ളവനായില്ലെങ്കിലും അല്ലാഹുവെങ്കിൽ അവൻ വലിയ ഉന്നതമായ സ്ഥാനമുള്ളവനാകും. ബാഹ്യലോകത്തും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ മഹത്വം നൽകുന്ന സാഹചര്യമുണ്ടാകും. അതേസമയത്ത് മൻ തകബ്ബറ, അഹങ്കരിക്കുകയാണ് ആരെങ്കിലുമെങ്കിൽ, ഞാൻ എന്ന ഭാവം കൊണ്ടു നടന്നാൽ വലഅഹുല്ലാ, അവൻ അല്ലാഹു തആല ഡൗണാക്കും എന്നാണല്ലോ ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നത്. ഇവിടെ ഇപ്പൊ ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുറാദു മിൻഹു, ഈ ആയത്തിന്റെ ഉദ്ദേശം അന്ന തഹതകൽ അർളല്ലതി ലാ തഖദിറു അലാ ഖർഖിഹാ, നിന്റെ താഴെ ഒരു ഭൂമിയുണ്ട്, ആ ഭൂമി മുഴുവനും നടന്നെത്തുക, അതൊക്കെ മുറിച്ചു കടക്കുക, കവർ ചെയ്യുക എന്ന് നിനക്ക് സാധിക്കില്ല. വഫൗഖൽ ജിബാലല്ലതി ലാ തഖദിറു അലൽ വുസൂലി ഇലൈഹാ, പർവ്വതത്തിന്റെ ശിഖരം കീഴടക്കാനും നിനക്ക് കഴിയില്ല. ഫാൻത മുഹാത്തും ബിക മിൻ ഫൗഖിക വതഹ്തിക ബിനൗഐനി മിനൽ ജമാദ്, അചേതന വസ്തുക്കളായിട്ടുള്ള രണ്ട് സാധനങ്ങൾ കൊണ്ട് നീ വലയം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. നിന്റെ താഴെയും നിന്നെക്കാൾ കേമത്തരത്തിൽ, നിന്റെ മുകളിലും നിന്നെക്കാൾ ഉന്നതിയിൽ അല്ലാഹു തആല പ്രകൃതിയിലുള്ള സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എന്ത് മനസ്സിലാക്കണം നീ? ബികസീർ, ആ താഴെയുള്ള ഭൂമിയെക്കാളും ഉന്നതിയിൽ നിൽക്കുന്ന പർവ്വതത്തെക്കാളും നീ എത്രയോ ബലഹീനനാണ്, എത്രയോ ദുർബലനാണ്. വല്ലഈഫുൽ മഹ്സൂറു ലാ യലീഖു ബിഹി തകബ്ബുർ, അങ്ങനെ ബലഹീനനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അഹങ്കാരം എന്ന് പറയുന്നത് അവനോട് അനുയോജ്യമായ സംഗതിയല്ല. അപ്പൊ ഫകഅന്നഹു ഖീല ലഹു, ഈ സൂക്തത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞതുപോലുണ്ട് എന്ത്? തവാല വലാ തതകബ്ബർ ഫഇന്നക ഖൽഖുൻ ലഈഫുൻ മിൻ ഖൽഖില്ലാഹ് അൽ മഹ്സൂരി ബൈന ഹിജാറത്തിൻ വതുറാബ് ഫലാ തഫ്അൽ ഫഅൽ മുഖ്തദിരിൽ ഖവി. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, അല്ലാഹു തആല ഈ സൂക്തത്തിലൂടെ പറയുന്നതിന്റെ ഒരു ചുരുക്കം, തവാല, നീ താഴ്മ കാണിക്കൂ മനുഷ്യ, വിനയാന്വിതനാകൂ. വലാത്ത തകബ്ബർ, നീ അഹങ്കാരിയാവരുത്, പൊങ്ങച്ചക്കാരനാവരുത്, തലക്കനം കൊണ്ട് നടക്കരുത്. കാരണം ഫഇന്നക ഖൽഖുൻ ലഈഫുൻ മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നുള്ള വളരെ ദുർബലനായ ഒരു സൃഷ്ടിയാണ് നീ. അൽ മഹ്സൂരി ബൈന ഹിജാറത്തിൻ വതുറാബ്, മണ്ണിന്റെയും കല്ലിന്റെയും ഇടയിൽ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ള, എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ ഉയരത്തിലേക്ക് നിനക്ക് എത്താനാവില്ല, ഭൂമി എന്ന് പറയുന്ന നിന്റെ താഴെയുള്ള സാധനത്തെ മറികടക്കാനും നിനക്കാവില്ല. അതുകൊണ്ട് തന്നെ ഫലാ തഫ്അൽ ഫഅൽ മുഖ്തദിരിൽ ഖവി, ഇത്രയും ദുർബലനായ നീ എല്ലാത്തിനും ശക്തിയുള്ളവനെ പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അഹങ്കാരിയായി മാറണ്ട. അതിനുള്ള ഒരു കോപ്പും നിന്റെ കയ്യിലില്ലാന്ന് അർത്ഥം. അപ്പൊ അത്രയും ദുർബലനായ മനുഷ്യൻ അവൻ അഹങ്കാരത്തോടുകൂടെ നടക്കരുത്. ബഹുമാനപ്പെട്ട ഖുർആൻ എത്ര വ്യക്തമായാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അഹങ്കരിക്കാൻ മനുഷ്യന് വകുപ്പില്ല എന്നതിന്റെ കാരണം അല്ലാഹു തആല പറയുന്നത്, ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, ഭൂമിയെ മുറിച്ചു കടക്കാനോ പർവ്വതത്തെ അതിന്റെ ഉയരത്തിലേക്ക് എത്താനോ നിനക്കാവില്ല. ഇവിടെ നിന്നെക്കാൾ കേമന്മാരും അതേപോലെ വലിയതുമായിട്ടുള്ള സൃഷ്ടികളുണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് നീ എങ്ങനെയാണ് ഞാനാണ് കേമൻ എന്ന ആ ഒരു ശൈലിയുമായി പോവുക? ആ ശൈലിയുമായി നടന്ന ഒറ്റ ശക്തിയെയും അല്ലാഹു തആല വെറുതെ വിട്ടിട്ടില്ലല്ലോ.
ചരിത്രത്തിൽ ഒരുപാട് അഹങ്കാരികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇബ്ലീസ് മുതൽക്ക് ഇങ്ങോട്ട് ആ അഹങ്കാരികളുടെ ഒരുപാട് രംഗങ്ങളുണ്ട്. ഇവരെല്ലാവരും വാസ്തവത്തിൽ അങ്ങേയറ്റം വഷളായതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അല്ലെ, അഹങ്കരിച്ചവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം നല്ല പണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നേരെ ചൊവ്വേ അള്ളാഹുവിനോട് പറഞ്ഞത് എന്താ? അന ഖൈറും മിൻഹു, ഞാനാണ് കേമൻ ആദം നബി അലൈഹി ഇസ്ലാമിനേക്കാൾ. പക്ഷെ അള്ളാഹു തആല ഞാനാണ് കേമൻ എന്ന അഹങ്കാരം പറഞ്ഞ അവനോട് പറഞ്ഞത് എന്താണ്? ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം, ഇനി ഇവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല, എന്റെ അനുഗ്രഹങ്ങളിൽ നിന്നെല്ലാം തിരസ്കരിക്കപ്പെട്ട അങ്ങേയറ്റം ഹതഭാഗ്യനാണ് നീ. അപ്പൊ നോക്കൂ, അഹങ്കരിച്ചപ്പോൾ ഇബ്ലീസിന്റെ അഡ്രസ് തെറിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ ആദം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ചരിത്രത്തിന്റെ തുടക്കത്തിൽ കാണുന്നതെങ്കിൽ വിനയാന്വിതനായ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശൈലിയോ? പഴം പറിക്കരുത് എന്ന് പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി ഇസ്ലാം അങ്ങേയറ്റം വിനയാന്വിതനായ റബ്ബിനോട് പറയണതെന്താ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, എന്തോരം അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്, കാരുണ്യം കൊണ്ട് നീ ഞങ്ങളോട് കനിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആഴ്ത്തപ്പെട്ടു പോകും. അപ്പോ ആദം നബി അലൈഹി ഇസ്ലാം വിനയാന്വിതനായി. ആദം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല അവന്റെ പൊരുത്തം നൽകി. അതേസമയത്ത് ഇബ്ലീസ് അഹങ്കാരിയായി. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളിൽ നിന്ന് ആട്ടി ഓടിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ചരിത്രത്തിൽ നമ്രൂദ്, അതേപോലെ ഫിർഔൻ, ഖാറൂൻ, ഇങ്ങനെ തുടങ്ങി ശദ്ദാദ് ബിൻ ആദ് ഉൾപ്പെടെ ഒട്ടനവധി അഹങ്കാരികൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. പക്ഷെ ആ അഹങ്കാരികൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത പണി കൊടുത്തു. അവരാരും ആ അഹങ്കാരം കൊണ്ട് രക്ഷപ്പെട്ടു പോയില്ല, വിജയിക്കാനായില്ല. അതാണ് ഇവിടെ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇന്നകലൻ തഖ്രിഖൽ അർള ഐലൻ തഖതഅൽ അർള ബിമശിയതിക, നിന്റെ നടത്തം കൊണ്ട് ഭൂമിയെ മുറിച്ചു കടക്കാൻ, സ്വന്തം ഭൂമി മുഴുവനും കവർ ചെയ്യാൻ നിനക്കാവില്ല, നിന്നെക്കാളൊക്കെ എത്രയോ വലുതാണ് ഭൂമി എന്നർത്ഥം. വലൻ തബ്ലുഗൽ ജിബാല തൂല, നിന്റെ ആ വലിയ തലക്കനവും തലപൊക്കിയിട്ടുള്ള നടത്തമൊക്കെ കാരണം പർവ്വതത്തിന്റെ ഉയരത്തിലേക്ക് നിനക്ക് എത്താനുമാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയാണ്, ഞാനൊരു സംഭവമാണ് എന്ന് നീ ചുമ്മാ പറയുകയല്ലാതെ നീ ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഉദ്ദേശം, നീ വിനയാന്വിതനായി നടന്നാൽ അല്ലാഹു തആല ഔന്നിത്യം തരും, അതേസമയത്ത് തലക്കനവുമായിട്ട് നടന്നാൽ അല്ലാഹു തആല നിന്നെ തരം താഴ്ത്തും. ഹദീസിലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ബൈനമാ റജുലുൻ യംശി ഫീ മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ള ഒരാൾ, അയാളിങ്ങനെ നടക്കുന്നു, വഅലൈഹി ബുർദാനി യതബഖ്തറു ഫീഹിമാ, നല്ല വില കൂടിയ രണ്ടു വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, പുതപ്പിട്ടുകൊണ്ട് അയാളിങ്ങനെ അഹങ്കാരിയായി നടക്കുന്നു. ആ സമയത്ത് ഇത് ഖസഫ ബിഹിൽ അർള്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഫഹുവ യതജൽജലു ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അവൻ ഭൂമിയിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അഹങ്കാരിയെ അല്ലാഹു തആല പാഠം പഠിപ്പിച്ചു, അവൻ അല്ലാഹു തആല ഒന്നിനും കൊള്ളാത്തവനാക്കി എന്നർത്ഥം. ഖാറൂൻ എന്ന് പറയുന്ന വലിയ മുതലാളിയും ഞാനാണ് കേമൻ എന്ന് അഹങ്കരിച്ച മനുഷ്യൻ, ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം തരം താഴ്ത്തി എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്നെ തുടർന്ന് പറയുന്നു, വകദാലിക അഖ്ബറ അല്ലാഹു തആല അൻ ഖാറൂന അന്നഹു ഖറജ അലാ ഖൗമിഹി ഫീ സീനത്തിഹി വഅന്ന അല്ലാഹ തആല ഖസഫ ബിഹി വബിദാരിഹിൽ അർള. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാറൂൻ ഭൂമിയിലൂടെ അഹങ്കാരിയായി അവന്റെ പ്രൗഢമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ അല്ലാഹു അവനെയും അവന്റെ അക്കാലത്തെ ഏറ്റവും വലിയ കൊട്ടാരത്തെയും അല്ലാഹു തആല ഭൂമിയിലേക്ക് പിടിച്ച് ആഴ്ത്തിക്കളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഹദീസിലുണ്ട്, മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒരാൾ താഴ്മ കാണിച്ചാൽ അല്ലാഹുവിന് ഔന്നിത്യം നൽകും. ഫഹുവ ഫീ നഫ്സിഹി ഹഖീറുൻ, അവൻ അവന്റെ അടുത്ത് നിസ്സാരനായിരിക്കും. പക്ഷെ വഇൻദന്നാസി കബീർ, അല്ലാഹു ജനങ്ങളുടെ അടുത്ത് അവന് വലിയ സ്ഥാനം കൊടുക്കും. അതേസമയത്ത് ഒമനിസ്തക്ബറ, അഹങ്കാരിയായിട്ട് ഒരാൾ മാറിയാൽ വദഅഹുല്ലാഹ്, അല്ലാഹു അവനെ തരം താഴ്ത്തും. ഫഹുവ ഫീ നഫ്സിഹി കബീർ, അവന്റെ മനസ്സിലോ വലിയ ആളായിരിക്കും. പക്ഷെ വഇൻദന്നാസി ഹഖീർ,
ജനങ്ങളുടെ അടുക്കൽ തന്നെ പൊക്കി എന്ന ദുഷ്പേരിന് അവൻ അർഹനായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ ലഹുവ അബ്ഗദു ഇലൈഹി മിനൽ കൽബി അബിൽ ഖിൻസീർ, നായേക്കാളും അതേപോലെ പന്നിയേക്കാളും ഒക്കെ ജനങ്ങൾക്ക് വെറുപ്പായിരിക്കും യഥാർത്ഥത്തിൽ അവനോട് ഉള്ളിന്റെ ഉള്ളിൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി തലക്കനം കൊണ്ട് നടന്നാൽ അല്ലാഹു തആലാന്റെ അടുത്ത് നമുക്ക് സീറ്റില്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ കണ്ണിലും അല്ലാഹു തആല നമ്മളെ നിസ്സാരന്മാരാക്കി മാറ്റും. അതേസമയത്ത് നാം വിനയാന്വിതരായി നടക്കുകയാണെങ്കിൽ, ഞാൻ ഒന്നുമല്ല എന്ന ചിന്ത നമ്മളെ നയിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല നമുക്ക് വലിയ ഔന്നിത്യം തന്ന് അനുഗ്രഹിക്കും. ജനങ്ങളുടെ കൽബിൽ അല്ലാഹു തആല നമ്മളെക്കുറിച്ച് വലിയ മതിപ്പിട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും തന്നെ നമ്മൾ അഹങ്കാരികളാവരുത്. അഹങ്കാരിയാവാച്ചാൽ ജനങ്ങളെ നിസ്സാരപ്പെടുത്തുകയും സത്യത്തോട് മത്സരിക്കുകയും ചെയ്യാലാണ് എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു സംഗതിയുടെ ശരി തിരിഞ്ഞാലും നമ്മളത് അംഗീകരിക്കില്ല, എന്റെ ദുർവാശി ഞാൻ വിടില്ല എന്ന ആ ഒരു ശൈലി. അതേപോലെ തന്നെ ആളുകളെ നിസ്സാരപ്പെടുത്തുന്ന, ഞാൻ അവരെക്കാളൊക്കെ ഉഷാറാണ് എന്ന് ചിന്തിക്കുന്ന അത്തരമൊരു മാർക്കിടുന്ന ശൈലി, അത് അഹങ്കാരത്തിന്റെ വലിയ സ്വഭാവമാണ്. അതേസമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഈ ഭൂമിയിൽ ഇന്നെക്കാൾ ഉഷാറാണ് എല്ലാവരും. കാരണം എന്താ? അള്ളാഹുവിങ്കൽ ആർക്കാണ് സ്ഥാനം? അള്ളാഹു ആരെയാണ് സ്വീകരിച്ചത്? അതിന് കൃത്യമായിട്ടുള്ള ഡിക്ലറേഷൻ ലഭിക്കാത്ത കാലത്തോളം പടച്ചോനെ നീ എന്നെ അങ്ങ് പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തിയേക്കുമോ എന്ന ഭയമല്ലേ വാസ്തവത്തിൽ ഒരു വിശ്വാസിയെ നയിക്കേണ്ടത്? അല്ലെ? നിന്റെ രണ്ട് കാലും സ്വർഗത്തിൽ കാണുന്നതുവരെ ലാ തഅമൻ മക്റല്ലാഹി ഹത്താ തറാ ഖദമൈക ഫിൽ ജന്ന, നിന്റെ രണ്ട് കാലും സ്വർഗത്തിൽ കാണുന്നതുവരെ അള്ളാഹു ഇനി നിന്നെ ശിക്ഷിക്കില്ല, നിന്നെ അള്ളാഹു നരകത്തിലാക്കില്ല എന്ന കോൺഫിഡൻസ് നിനക്കുണ്ടാകാൻ പാടില്ല എന്നല്ലേ തത്വം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിനയാന്വിതരാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു